ഹായ് ഗേസ്, സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹലോ, ടുഡേ വി ക്യാൻ ലേൺ അബൌട്ട് ക്യാൻ. നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ ഉപയോഗിക്കും. ഓക്കെ, ക്യാൻ എനിക്ക് അത് ചെയ്യാൻ കഴിയും, അവൾക്കത് ചെയ്യാൻ കഴിയും, അവർക്കത് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയാനാണ് ക്യാൻ എന്ന് പറയുന്ന വേർബ് ഉപയോഗിക്കുന്നത്. ഐ ക്യാൻ ഡാൻസ്, ഹി ക്യാൻ ഡാൻസ്, ദേ ക്യാൻ ഡാൻസ്, വി ക്യാൻ കുക്ക്, ഷീ ക്യാൻ കുക്ക്, ദേ ക്യാൻ സിംഗ്, ജോൺ ക്യാൻ സിംഗ്. ഓക്കെ, അതൊക്കെ ചെയ്യാൻ കഴിയും എന്ന് പറയാനാണ്. ക്ലിയർ? ഇനി അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കനോട്ട്. കനോട്ട് ആവും. അത് ഷോർട്ട് ആക്കിയിട്ട് കാണ്ട് എന്ന് പറയാം. ഹി കാൺ ഡാൻസ്, ഷീ കാൺ ഡാൻസ്, വി കാൺ കുക്ക്. ഓക്കെ, വളരെ ഈസിയാണ്. എല്ലാ ഇതിന്റെ കൂടെയും ക്യാൻ ഉപയോഗിച്ചിട്ട് പറഞ്ഞാൽ മതി. ഐ ക്യാൻ, എനിക്കിത് പറ്റുമെന്ന് പറയാനാണ്. കഴിയും, എനിക്കത് സാധിക്കും, പറ്റും എന്നൊക്കെ പറയാനാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഐ ക്യാൻ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? നമ്മൾ ഒരാളോട് എങ്ങനെയാ പറയാം? ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അവൾക്കാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന എങ്ങനെയാ പറയാ? ഷീ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്യാൻ ഉപയോഗിച്ചിട്ട് സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാം. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കിത് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനിയിപ്പോ അത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് നമുക്ക് പറയാം. എനിക്ക് പാട്ട് പാടാൻ കഴിയുന്ന ഐ ക്യാൻ സിംഗ് സോങ്. ഓക്കെ, അതേപോലെയാണ്. അടുത്തത് യു ക്യാൻ ഡു ഇറ്റ്, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ദേ ക്യാൻ ഡു ഇറ്റ്, അവർക്കത് ചെയ്യാൻ കഴിയും. വി ക്യാൻ ഡു ഇറ്റ്, നമുക്കത് ചെയ്യാൻ കഴിയും. അടുത്തത് ഹി ക്യാൻ ഡു ഇറ്റ്, അവന് അത് ചെയ്യാൻ കഴിയും. ഷീ ക്യാൻ ഡു ഇറ്റ്, അവൾക്കത് ചെയ്യാൻ കഴിയും. എവ്രിബഡി ക്യാൻ ഡു ഇറ്റ്, എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയും. ലാസ്റ്റ് വൺ, ജോൺ ക്യാൻ ഡു ഇറ്റ്, ജോണിന് അത് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഇത് ക്വസ്റ്റ്യൻസ് ആക്കി ചോദിക്കണം. ചെക്ക് ദ ഫസ്റ്റ് സെന്റൻസ്. ക്യാൻ ഐ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ കഴിയുമോ? നെക്സ്റ്റ് വൺ, ക്യാൻ യു ഡു ഇറ്റ്, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ? നെക്സ്റ്റ്, ക്യാൻ ദേ ഡു ഇറ്റ്, അവർക്കത് ചെയ്യാൻ കഴിയുമോ? നെക്സ്റ്റ് വൺ, ക്യാൻ വി ഡു ഇറ്റ്, നമുക്കത് ചെയ്യാൻ കഴിയുമോ? ക്യാൻ ഹി ഡു ഇറ്റ്, അവനത് ചെയ്യാൻ കഴിയുമോ? ക്യാൻ ഷീ ഡു ഇറ്റ്, അവൾക്ക് അത് ചെയ്യാൻ കഴിയുമോ? ക്യാൻ എവ്രിബഡി ഡു ഇറ്റ്, എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയുമോ? ക്യാൻ ജോൺ ഡു ഇറ്റ്, ജോണിന് അത് ചെയ്യാൻ കഴിയുമോ? നെക്സ്റ്റ് വൺ ഇസ് കഴിയില്ലേ. കഴിയും, കഴിയുമോ എന്നൊക്കെ ചോദിക്കാൻ എങ്ങനെയാന്ന് നമ്മൾ പഠിച്ചു. ഇനി കഴിയില്ലേ എന്നെങ്ങനെയോ ചോദിക്കാൻ നോക്കാം. അത് ക്യാൻ ഉള്ളത് കാണ്ടാവും. കഴിയില്ലേ, കഴിയില്ല എന്ന് നമ്മൾ പറയാൻ കനോട്ട്, കാണ്ടാണ് ഉപയോഗിച്ചത്. അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് കാണ്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ, കാണ്ട് ഐ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ കഴിയില്ലേ? ദ നെക്സ്റ്റ് വൺ, കാണ്ട് യു ഡു ഇറ്റ്, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലേ? കാണ്ട് ദേ ഡു ഇറ്റ്, അവർക്കത് ചെയ്യാൻ കഴിയില്ലേ? നെക്സ്റ്റ് വൺ, കാണ്ട് വി ഡു ഇറ്റ്, നമുക്കത് ചെയ്യാൻ പറ്റില്ലേ അല്ലെങ്കിൽ കഴിയില്ലേ? കാണ്ട് ഹി ഡു ഇറ്റ്, അവനത് ചെയ്യാൻ കഴിയില്ലേ? കാണ്ട് ഷീ ഡു ഇറ്റ്, അവൾക്കത് ചെയ്യാൻ കഴിയില്ലേ? കാണ്ട് എവ്രിബഡി ഡു ഇറ്റ്, എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയില്ലേ? ദ ലാസ്റ്റ് വൺ, കാണ്ട് ജോൺ ഡു ഇറ്റ്, ജോണിന് അത് ചെയ്യാൻ കഴിയില്ലേ? ഓക്കെ, ക്യാൻ വീണ്ടും നമ്മൾ വേറൊരു സാഹചര്യത്തിൽ ചോദിക്കാറുണ്ട്. എവിടെ? റിക്വസ്റ്റ്. നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുക, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ? ഞാനത് ചെയ്തോട്ടെ. ഒരാളോട് സമ്മതം ചോദിക്കുക, അയാളോട് റിക്വസ്റ്റ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ എന്ന് പറയുന്ന വേർബ് യൂസ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, see the first example, can I use your mobile phone? Can I use your mobile phone? നമ്മൾ ഒരാളോട് സമ്മതം ചോദിക്കണം, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, ഞാനത് ചെയ്തോട്ടെ എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത് അല്ലെ. എനിക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാമോ? അതിന് ഉപയോഗിക്കാമോ, ഒരു സമ്മതം ചോദിക്കുകയാണ്. അതിന് ക്യാൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്തത്. ക്യാൻ ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ? ഓക്കെ, ചെക്ക് ദ നെക്സ്റ്റ് വൺ. ക്യാൻ ഐ സിംഗ് എ സോങ്? ഞാനൊരു പാട്ട് പാടട്ടെ, എനിക്കൊരു പാട്ട് പാടാൻ പറ്റുമോ എന്നൊരാളോട് ഒരു സമ്മതം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോട് ചോദിക്കും, ക്യാൻ ഐ സിംഗ് എ സോങ്? ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ക്യാൻ യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ? ക്യാൻ യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ? ദയവായി ജനലൊന്ന് തുറക്കൂ. നെക്സ്റ്റ് വൺ, ക്യാൻ ഐ ഗോ ദേർ? ക്യാൻ ഐ ഗോ ദേർ, എനിക്കവിടെ പോകാമോ? ക്യാൻ ഐ ഡാൻസ് വിത്ത് യു? ഞാൻ നിങ്ങളോടൊപ്പം നൃത്തം ചെയ്യട്ടെ, ഞാൻ നിങ്ങളോടൊപ്പം ഡാൻസ് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഡാൻസ് ചെയ്യട്ടെ എങ്ങനെയാ ചോദിച്ച്? ക്യാൻ ഐ ഡാൻസ് വിത്ത് യു? Okay, here in today's translation task, we have used can and can't sentences. Some can sentences are there, can't is there, and some questions is also there. Okay, now we'll have a look into the translation task. The first one, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. I can speak English. I can speak English. Second one, എനിക്ക് കാർ ഓടിക്കാൻ കഴിയില്ല. I can't drive a car. I can't drive a car. Third one, അനുവിന് പാട്ട് പാടാൻ കഴിയുമോ? Can Anu sing song? Can Anu sing song? നിന്റെ ചേച്ചിക്ക് പാചകം ചെയ്യാൻ കഴിയില്ലേ?
കഴിയില്ലേ എന്നാണ് ചോദിച്ചത്. കഴിയില്ലേ എന്ന് എങ്ങനെയാ ചോദിക്കുക? നമ്മൾ പഠിച്ചതാണ്. കാണ്ട് യുവർ സിസ്റ്റർ കുക്ക്? കാണ്ട് യുവർ സിസ്റ്റർ കുക്ക്? അവന് വേഗത്തിൽ ഓടാൻ കഴിയുമോ? കഴിയുമോ എന്ന് എങ്ങനെയാ? ക്യാൻ ആണല്ലേ യൂസ് ചെയ്യുക. അതെ, ക്യാൻ ഹി റൺ ഫാസ്റ്റ്? 6 കെവിനും ഫിലിപ്പിനും നീന്താൻ കഴിയില്ലേ? കാൺ കെവിൻ ആൻഡ് ഫിലിപ്പ് സ്വിം? കാൺ കെവിൻ ആൻഡ് ഫിലിപ്പ് സ്വിം? 7th എനിക്ക് കുറച്ച് വെള്ളം തരുമോ? ക്യാൻ ഐ ഹാവ് സം വാട്ടർ? ക്യാൻ ഐ ഹാവ് സം വാട്ടർ? 8th എന്റെ മുത്തശ്ശിക്ക് നടക്കാൻ കഴിയില്ല. മൈ ഗ്രാൻഡ് മദർ കാൺട്ട് വാക്ക്? മൈ ഗ്രാൻഡ് മദർ കാൺട്ട് വാക്ക്? നെക്സ്റ്റ് നീ എന്റെ കൂടെ വരുമോ? വിൽ യു കം വിത്ത് മീ? വിൽ യു കം വിത്ത് മീ? 10th നീ അതൊന്ന് വിശദീകരിക്കുമോ? Can you please explain that? Can you explain that? അല്ലെങ്കിൽ you can add please also. Okay, can you please explain that? ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.